أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1655 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുസ്സിലത്തിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തു ഫുസ്സിലത്തിന്റെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും സൂറത്തിന്റെ പേര്, അതുപോലെ അതിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ സൂറത്തിലെ ആയത്തുകളുടെ പഠനം ആരംഭിക്കുകയാണ് നമ്മൾ ഇന്ന്. ആദ്യത്തെ 5 ആയത്തുകൾ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിലെ 1-ാമത്തെ ആയത്ത് 2 അക്ഷരങ്ങളാണ്. നമ്മൾ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഇത്തരം അക്ഷരങ്ങളെ മുഖത്താത്ത് എന്നാണ് പറയാറുള്ളത്. പരസ്പരം കൂട്ടിച്ചേർക്കപ്പെട്ട് പദങ്ങളാക്കി മാറ്റിയിട്ടില്ലാത്ത കേവല അക്ഷരങ്ങൾക്കാണ് മുഖത്താത്ത് എന്ന് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. പരസ്പരം കണക്റ്റഡ് അല്ലാത്ത അക്ഷരങ്ങൾ എന്നാണ് അതിന്റെ സൂചന. ഇവിടെ 2 അക്ഷരങ്ങളാണ്, ഹാഉം മീമും. ഹാ മീം എന്ന് ദീർഘമായി പാരായണം ചെയ്തുകൊണ്ടാണത് സൂറത്തിന്റെ തുടക്കത്തിൽ കേൾപ്പിക്കപ്പെടാറുള്ളത്. അത്രത്തോളം ദൈർഘ്യത്തോടുകൂടി അല്ലെങ്കിൽ ദൈർഘ്യമുള്ള വിധത്തിൽ പാരായണം ചെയ്യാൻ ശ്രമിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. അതില് വളരെ പ്രഗത്ഭരായ ഖാരികളുടെയും അതുപോലെ
ഹാഫിളുകളുടെയൊക്കെ പാരായണം ഇക്കാര്യത്തിൽ അവലംബിക്കാവുന്നതാണ്. ഹാമീം എന്നാണ് രണ്ടക്ഷരങ്ങൾ. നമ്മൾ സാധാരണ ഈ മുഖത്താഴത്തുകളെ കുറിച്ച് പറയാറുള്ള കാര്യങ്ങൾ ഇവിടെയും നമുക്ക് ഓർക്കാവുന്നതാണ്. ഇതുപോലെയുള്ള അക്ഷരങ്ങളാണ് വിശുദ്ധ ഖുർആന്റെ ഈ ആവിഷ്കാരത്തിന് അള്ളാഹു പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. നിത്യജീവിതത്തില് അറബ് സമൂഹം അവരുടെ സാധാരണ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷന് പതിവായി ആവർത്തിച്ച് ഉപയോഗപ്പെടുത്താറുള്ള അക്ഷരങ്ങളാണ്. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സകല ഇജാസുകളോടും കൂടി അതിൻ്റെ ആവിഷ്കാരപരമായ സകല വിസ്മയങ്ങളും ഈ സാധാരണ നിത്യജീവിതത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ ശബ്ദ ചേരുവകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു സൂചന ഈ മുഖത്താഴത്തുകൾ നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാത്ത വ്യാഖ്യാന സാധ്യതകൾ പലതുണ്ട്. പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നത് കാണാം. ഈ റഹ്മാനിലെ ഹ ആണ് തുടക്കം, റഹീമിലെ മീമാണ് ഒടുക്കം എന്നൊക്കെയുള്ള നിലക്കൊക്കെ അതിനെ വിശദീകരിക്കാം. പക്ഷെ അത് ഒന്നും ഒരു അവസാന വാക്കായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഓരോ വായനക്കാരന്റെയും അല്ലെങ്കിൽ ഓരോ വ്യാഖ്യാതാവിന്റെയും ഭാവനക്കനുസരിച്ചുള്ള വിശദീകരണങ്ങൾ നൽകപ്പെടുന്നതാണ്. ഈ സൂറത്തിന്റെ പാരായണപരമായ ടോൺ സെറ്റ് ചെയ്യുന്ന അക്ഷരങ്ങളായിട്ട് വേണമെങ്കിൽ ഈ രണ്ടക്ഷരങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഈ മുഖത്താഴത്തുകളുടെ പ്രാധാന്യം വേറെ നിലക്ക് പിന്നിട്ട് ധാരാളം സൂറത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്കിടയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ രണ്ടക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഞാൻ ചർച്ചയ്ക്ക് മുതിരുന്നില്ല. തൻസീലും മിനർ റഹ്മാനിർ റഹീം, വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തുകയാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹാമീം എന്ന രണ്ട് ശബ്ദങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവയെ തെളിവായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ പറയുന്ന കാര്യം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം, പരമദയാലുവും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള, പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ദൈവിക വെളിപാട് അവതരണമാണിത് എന്നാണ് ഈ തുടക്കത്തിൽ പറയുന്നത്. ഇതൊരു തൻസീലാണ്. അത് പരമകാരുണികനായ പരമദയാലുവായ കരുണാവാരിധിയായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദിവ്യമായ അവതരണമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ മറിച്ചുള്ള സാധ്യതകള്, മറിച്ചുള്ള വിലയിരുത്തലുകള്, മറിച്ചുള്ള നിരീക്ഷണങ്ങളൊന്നും തന്നെ ഇതിന് ബാധകമായതല്ല. അവയൊന്നും ഈ ദൈവിക അവതരണമായിക്കൊണ്ട് ഇപ്പോൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപാടുകളായ വേദഗ്രന്ഥത്തിലെ വാക്യങ്ങള്, അതിന് നിങ്ങൾ മറ്റെന്ത് വിശദീകരണങ്ങൾ നൽകിയാലും അതൊന്നും അതിന് ചേരുന്നതാവുകയില്ല. ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വചനങ്ങളാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ടാവുക, പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീലാണിത് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇത് മലക്ക് ജിബ്രീലിന്റെയും വാക്കുകളല്ല, മറിച്ച് അർ റഹ്മാനും അർ റഹീമുമായ പ്രപഞ്ച സ്രഷ്ടാവ് ആയ ദൈവമുണ്ട്, അവന്റെ അടുക്കൽ നിന്നുള്ള തൻസീലാണിത് എന്നാണ് ഈ തുടക്ക ഭാഗത്ത് തന്നെ വ്യക്തമാക്കുന്നത്.
കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു. ഈ തൻസീൽ അതിനെക്കുറിച്ച് തുടർന്ന് വിവരിക്കുകയാണ്. ഇത് ഒരു വേദഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. അത് ഫുസ്സിലത്ത് ആയാത്തുഹു, അതിലെ വചനങ്ങൾ, അതിലെ ആയാത്തുകൾ, അതിലെ സൂക്തങ്ങളൊക്കെയും തന്നെ സ്പഷ്ടവും സുവ്യക്തവുമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതാണ്. ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ വിശദമാക്കപ്പെട്ടു, സ്പഷ്ടമാക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വിശദീകരിച്ച് പറയപ്പെട്ടു എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തതയോടുകൂടി, തെളിമയോടുകൂടി വിശദമാക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിലെ ആയത്തുകളാണിവ. കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു. ഇപ്പൊ ഈ സൂറത്ത് രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഹമീം അസ്സജ്ദ എന്നതാണ് ഒരു പേര്. ആ ഒന്നാമത്തെ പേര് വരുന്നത് ഇതിന്റെ തുടക്കത്തിലെ മുഖത്താഴത്തുകളായ ഈ രണ്ടക്ഷരങ്ങളും അതിനോടൊപ്പം ഈ സൂറത്തിൽ ഒരു തിലാവത്തിന്റെ സുജൂദ് ആവശ്യമുള്ള ഒരു ആയത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അസ്സജ്ദ എന്ന വാക്കും. അങ്ങനെയാണ് ഹമീം അസ്സജ്ദ എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പേര് ഫുസ്സിലത്ത് എന്നാണ്. ഇതാണ് ഒരു പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പേര്. ഈ ഫുസ്സിലത്ത് എന്ന പേര് വരുന്നത് ഈ മൂന്നാമത്തെ ആയത്തിലെ കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന ഈ വചനത്തിൽ നിന്നാണ്. അപ്പൊ ഈ പേരുകളുടെ രണ്ട് പേരുകളുടെയും പശ്ചാത്തലവും അതിനുള്ള ന്യായീകരണവും അല്ലെങ്കിൽ അതിന്റെ സ്യൂട്ടബിലിറ്റി നിർണയിക്കുന്നതിന് കാരണമായിട്ടുള്ള സംഗതികളുമാണ് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു, സൂക്തങ്ങൾ വിശദമാക്കപ്പെട്ട വേദഗ്രന്ഥമാണിത് എന്ന് പറഞ്ഞാൽ ഇതില് എന്തെങ്കിലും വിധത്തിലുള്ള അവ്യക്തതകളില്ല, അതുപോലെ വക്രതയില്ല, കാര്യങ്ങള് മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ടുള്ള സംഗതികളില്ല. ഇത് പറയുമ്പോ തശാബുഹുള്ള ആയത്തുകളില്ല എന്നല്ല സൂചിപ്പിക്കുന്നത്. തശാബുഹുള്ള ആയത്തുകളുടെ വ്യക്തത എന്നത് ഓരോ ഘട്ടത്തിലും ആവശ്യമുള്ള വിധത്തിൽ വെളിപ്പെടുത്തപ്പെടും. അത് അവതീർണമായിട്ടുള്ളത് തന്നെ ആ രൂപത്തിലാണ്. അതിന് ആ തശാബുഹ് അള്ളാഹു നിശ്ചയിച്ച അതിന്റെ ഒരു ക്രമവുമാണ്. അതിന്റെ അന്തരാർത്ഥങ്ങൾ വെളിപ്പെടേണ്ടത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മാത്രമാണ്. അതിന്റെ മുമ്പ് വെളിപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഈ കിതാബില് മഹക്കമാത്തായ ധാരാളം ആയാത്തുകളുണ്ട്. അവയൊക്കെയും തന്നെ തുടക്കം മുതൽ വളരെ തെളിമയോടെ, വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ്. മാത്രവുമല്ല, അതില് എന്തെങ്കിലും ദുർഗ്രാഹ്യമായ കാര്യങ്ങൾ അടങ്ങിയിട്ടില്ല. വ്യക്തതയോടെ, തെളിമയോടെ, സുവ്യക്തമായ വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തില് ഫുസ്സിലത്തായ ആയാത്തുകളാണ് ഈ കിതാബിൽ അടങ്ങിയിട്ടുള്ളത്. ഫുസ്സിലത്ത് എന്നത് ഒരു പാസീവ് കൺസ്ട്രക്ഷൻ ആണ്. ആയാത്തുഹു എന്ന ഫായിലിന്റെ ഒരു വിശദീകരണമായിട്ട് വരുന്ന ഒരു പാസീവ് കൺസ്ട്രക്ഷൻ ആണ് ഫുസ്സിലത്ത് എന്നത്. ആശയം വ്യക്തമാക്കപ്പെട്ട, സുവ്യക്തമായി വിവരിക്കപ്പെട്ട ആയാത്തുകൾ അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥമാണിത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഖുർആനൻ അറബിയൻ. തുടർന്ന് വീണ്ടും ആ തൻസീലിനെ വിശദീകരിക്കുകയാണ്. അത് ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു പാരായണമാണ്. അറബി ഭാഷയിലുള്ള ഒരു ഖുർആനാണത്. ഖുർആനൻ അറബിയൻ. ആർക്കു വേണ്ടിയുള്ളതാണ്? ലിഖൗമി യഅലമൂൻ, വൈജ്ഞാനിക ആഭിമുഖ്യമുള്ള, അറിവുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അറിവിനോട് താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. മൂഢന്മാർക്കോ അല്ലെങ്കിൽ വിജ്ഞാന വിരോധികൾക്കോ ഉള്ളതല്ല. കാര്യങ്ങളെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന വൈജ്ഞാനിക ആഭിമുഖ്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു
അറബി ഭാഷയിലുള്ള സൂക്തങ്ങൾ വ്യക്തമാക്കപ്പെട്ട ഈ ദൈവിക ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ലിഖൗമി യഅലമൂൻ. ലിഖൗമി യഅലമൂൻ എന്ന് പറയുമ്പോൾ വലിയ ചരിത്രജ്ഞാനമോ അതുപോലെ ശാസ്ത്രജ്ഞാനമോ ഒക്കെയുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ആർക്കും ആവശ്യമില്ല. ഇൽമിന് പല തലങ്ങളും ഉണ്ട്. വൈജ്ഞാനികമായി ഒരാള് ചെന്ന് ചേരുന്ന എത്തിപ്പെടുന്നതിന് പല തലങ്ങളും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ വിജ്ഞാനത്തിനോടുള്ള ആഭിമുഖ്യം, കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ ഒരു ഓപ്പൺനെസ് കാണിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമായ ഒരു സംഗതിയാണ്. വിജ്ഞാന വിരോധം കാണിക്കാതിരിക്കുക എന്നത് ചിലര് അങ്ങനെയാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിൽ പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ രചനയല്ല, ഇത് വേറെ ഏതോ കൂട്ടരുടേതാണ്, വേറെ ഏതോ ഒരു സംസ്കാരത്തിൻ്റെതാണ്, വേറെ ഒരു മതപശ്ചാത്തലമുള്ളവരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈദേശികമായതിനെ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അത് എത്ര തന്നെ പ്രസക്തമാണെങ്കിലും മറ്റേതെങ്കിലും സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ആളുകളുടെ സംഗതികളെ നിസ്സാരമായിട്ട് വില കുറഞ്ഞതായിട്ടൊക്കെ കാണുന്ന സ്വഭാവം ആളുകൾക്കിടയിലുണ്ട്. അതിന് വൈജ്ഞാനികാഭിമുഖ്യം എന്ന് പറയാൻ പറ്റൂല. അറിവ് ഏത് സ്രോതസ്സിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിലും അത് അമൂല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുക, ഉൾക്കൊള്ളുക, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നതാണ് ശരിയായ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് പറയുകയുണ്ടായത്, അറിവ് ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ മുത്താണ് എന്നാണ്. എവിടെ കണ്ടാലും അത് തിരിച്ചു പിടിച്ചോളണം എന്നാണ് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പൊ അറിവ് വളരെ അമൂല്യമായി കണക്കാക്കപ്പെടേണ്ട ഒരു അമാനത്താണ്. അത് വളരെ മൂല്യവത്തായ ഒരു സംഗതിയായിട്ട് തന്നെ സ്വീകരിക്കപ്പെടണം, അതുപോലെ പരിരക്ഷിക്കപ്പെടുകയും വേണം. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം വളരെ ഗരീബായ നാടുകളിലേക്കും സംസ്കാരങ്ങളിലേക്കും ഒക്കെ എത്തിയപ്പോൾ അവിടങ്ങളിൽ ഉണ്ടായിരുന്ന വൈജ്ഞാനിക സ്രോതസ്സുകളെ വളരെ വിലപ്പെട്ടതായി കാണുകയും അവയെ അറബി ഭാഷയിലേക്കും കൂടുതൽ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മറ്റു ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യുകയും അവയൊക്കെ വലിയ അമാനത്തായി കണ്ടുകൊണ്ട് സംരക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോ പൗരാണിക ഭാരതത്തിലെ ദർശന ചിന്തകളൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പലതും, അതുപോലെ ഇതിഹാസങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ തന്നെ പടിഞ്ഞാറൻ സമൂഹത്തിലെ ആളുകൾക്ക് ലഭ്യമായത് തന്നെ അറബികൾ മുഖേനയാണ്. അറബി മുസ്ലിം ഭരണാധികാരികളുടെ ശ്രമഫലമായിട്ട് അവ അറബി ഭാഷയിലേക്കും പേർഷ്യൻ ഭാഷയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ സംഗതികള് പിൽക്കാലത്ത് യൂറോപ്യരുടെ കൈകളിൽ എത്തുകയുണ്ടായത്. അതാണ് യൂറോപ്പില് വലിയ നവോത്ഥാനത്തിന് തുടക്കമിടുകയുണ്ടായത് എന്നതൊക്കെ നമുക്കറിയാവുന്ന ചരിത്ര വസ്തുതകളാണ്. എന്തായാലും വിശുദ്ധ ഖുർആൻ ഈ വിധത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ സൂക്തങ്ങള് വളരെ വിശദമാക്കപ്പെട്ട വിധത്തിൽ തന്നെ അറബി ഭാഷയിലുള്ള ഒരു പാരായണമായിട്ട് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ലിഖൗമിൻ യഅലമൂൻ, അറിവിനോട് ആഭിമുഖ്യം കാണിക്കുന്ന, വിജ്ഞാനാഭിമുഖ്യമുള്ള ഒരു ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അറിവ് അമൂല്യമാണ്, ദൈവികമായി പകർന്നു നൽകപ്പെട്ട അത്രയേറെ വിലമതിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ബോധം ഉൾക്കൊള്ളുന്ന പോസിറ്റീവായ ഒരു നിലപാടുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചിലര് കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം പോലും നടത്താതെ അതിനോട് ശത്രുത പുലർത്തുകയും അത് നശിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തുന്നതിന് തടസ്സമാവുകയോ ഒക്കെ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ
അത് വളരെ മൂഢമായ ബുദ്ധിശൂന്യമായ ഒരു നിലപാടാണ് എന്നതിൽ തർക്കം ആവശ്യമേ ഇല്ല. വിശുദ്ധ ഖുർആൻ വിജ്ഞാനാഭിമുഖ്യമുള്ള ഒരു സമൂഹത്തിന് അവരുടെ മാർഗദർശനത്തിനു വേണ്ടി ശരിയായ ജ്ഞാനം എന്താണ് എന്ന അന്വേഷണം ഉള്ളിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സുവ്യക്തമായ സൂക്തങ്ങൾ അടങ്ങിയ അറബി ഭാഷയിലുള്ള ഒരു പാരായണമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ബഷീറം വ നദീറ. ഈ കിതാബിന്റെ, ഈ തൻസീലിന്റെ ഒരു പ്രത്യേകത, ഒരു നിലക്ക് അത് സന്തോഷ വാർത്ത നൽകുന്ന ബഷീറാണ്, സന്തോഷവൃത്താന്തം പകർന്നു നൽകുന്ന, ശുഭവൃത്താന്തം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. അതുപോലെ വനദീറ, അത് താക്കീത് നൽകുന്ന ഗ്രന്ഥവുമാണ്. ശരിയായ ജീവിത ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടി നീങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അവരെ ഏറെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള സന്തോഷവൃത്താന്തമാണ് അടങ്ങിയിട്ടുള്ളത്. അവരെ കാത്തിരിക്കുന്നത് ആ സന്തോഷ വാർത്തകൾ അക്ഷരം പ്രതി പുലരുന്നത് കാണുക എന്ന അനുഭവമാണ് അവരെ കാത്തിരിക്കുന്നത്. അതേപോലെ ജീവിതത്തിനോട് ശരിയായ നിലപാട് സ്വീകരിക്കാതെ സ്വന്തം ഉണ്മയെക്കുറിച്ചോ തൻ്റെ സ്രഷ്ടാവിനെ കുറിച്ചോ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താതെ തോന്നിയ വിധം ജീവിക്കാമെന്ന് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരു താക്കീതുമാണ്, താക്കീതുകാരനാണ്, താക്കീത് നൽകുന്ന ഒരു കിതാബാണ് വിശുദ്ധ ഖുർആൻ. ബഷീറം വ നദീറം. ഇത് ബഷീറും നദീറുമായിരിക്കെ തന്നെ, സന്തോഷവൃത്താന്തം നൽകുന്നതും അതുപോലെ താക്കീത് നൽകുന്നതും ആയിരിക്കെ തന്നെ ആളുകളുടെ ഇതിനോടുള്ള പ്രതികരണം എന്താണ് എന്നതാണ് തുടർന്ന് പറയുന്നത്. അക്സറുഹും, അവരിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളിൽ അധിക പേരും ഇതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. ഫഹും ലാ യസ്മഊൻ, അത് കേൾക്കാൻ കൂട്ടാക്കാത്തവരായിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ സുവ്യക്തതയുള്ള സൂക്തങ്ങളെ അവയുടെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിധത്തില് അവയെ കേൾക്കാൻ കൂട്ടാക്കാത്തവരാണ് ആളുകളിൽ അധിക പേരും എന്നാണ് അള്ളാഹു തുടർന്ന് ഇവിടെ പറയുന്നത്. അക്സറുഹും ഫഹും ലാ യസ്മഊൻ, ഇവരിൽ അധിക പേരും തിരിഞ്ഞു പോയി കളയുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു പോയി കളഞ്ഞിരിക്കുന്നു. ഫഹും ലാ യസ്മഊൻ, അവര് കേൾക്കുന്നവരായിക്കൊണ്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൂട്ടാക്കാത്തവരായിക്കൊണ്ട് അവര് തിരിഞ്ഞു പോയി കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ തുടർന്ന് ഏറെ എണ്ണം ആളുകളും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അത് വേണ്ട വിധത്തിൽ കേൾക്കാനും ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും കൂട്ടാക്കാതെ തിരിഞ്ഞു പോയി കളയുക എന്നത് മനുഷ്യന്റെ വളരെ നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്നത് കാണാൻ സാധിക്കും. ബഷീറം അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ഇത് ബഷീറും നദീറുമാണ് ഈ കിതാബ്. സന്തോഷവൃത്താന്തം നൽകുന്നതും താക്കീത് നൽകുന്നതുമാണ്. എന്നാൽ ആളുകളിൽ ഏറെ പേരും അതിന് വേണ്ട ശ്രദ്ധ നൽകാതെ തിരിഞ്ഞു പോയി കളയുകയാണ്. ഫഹും ലാ യസ്മഊൻ, അവരത് വേണ്ട വിധം കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന കാര്യം വഖാലു, അവര് തുറന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്, ഖുലൂബുനാ ഫീ അകിന്ന, ഞങ്ങളുടെ ഹൃദയം ഒരു ആവരണത്തിലാണ്, ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു മൂടിയും മേലാപ്പും ഒക്കെ ആയിട്ട് ഒരു ആവരണമുണ്ട്, ഞങ്ങളുടെ ഹൃദയം അതിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വിയർപ്പൊഴുക്കണ്ട, ഇതൊന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുമായി ഒരു ആശയവിനിമയത്തിന് ഒരുക്കമില്ല. അത് ഒരു അഖിന്നത്തിലാണ്, അതിന് ഒരു ഖിലാഫ് ഉണ്ട്, ഒരു
ഒരു മൂടി അണിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പോകുന്നില്ല. അപ്പൊ ഖാലു, അവര് അല്പം ധാർഷ്ട്യത്തോടു കൂടി തന്നെ പറയുന്ന കാര്യം ഇതാണ്: ഖുലൂബുന ഫി അഖിന്ന, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു അഖിന്നത്തിലാണ്, ഒരു ആവരണത്തിനകത്താണ്, അല്ലെങ്കിൽ അതിന്റെ മേൽ ഒരു മൂടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നതൊന്നും അങ്ങോട്ട് കയറൂല. നിങ്ങളുമായിട്ട് ഒരു ആശയവിനിമയം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നതും ഒന്നും അങ്ങോട്ട് എത്തൂല. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആവരണങ്ങളെ ഭേദിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടന്നു ചെല്ലാൻ നിങ്ങളുടെ ഈ സൂക്തങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് അവരുടെ സംസാരം. അപ്പോ വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദഊനാ ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്കാണോ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ, ഇരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു ആവരണത്തിനകത്തായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് നിങ്ങൾ നിരന്തരം ശ്രമിക്കുകയാണ്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കൂല. നിങ്ങൾ ഏതൊരു ആശയത്തിലേക്ക്, ആദർശത്തിലേക്കാണോ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ കാരണമാകുന്നതിന് ആയ വിധത്തില് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഞങ്ങൾ ഒരു ആവരണം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഈ സന്ദേശമൊന്നും അങ്ങ് കയറുകയില്ല. ഞങ്ങൾ നിങ്ങളുമായി ഒരു ആശയവിനിമയത്തിന് ഒരുക്കമില്ല. വഫി ആദാനിന വഖ്റുൻ, ഞങ്ങളത് കേൾക്കുക പോലും ഇല്ല. കാരണം ഞങ്ങളുടെ കാതുകളിൽ ഒരു തടസ്സമുണ്ട്, ഒരു അടപ്പുണ്ട്. ആ വഖറിനെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങളുടെ കാതുകളിൽ പതിക്കുകയില്ല. ഞങ്ങൾ ഇതൊന്നും കേൾക്കാനേ പോകുന്നില്ല. വഫി ആദാനിന വഖ്റുൻ, വഖർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം, അതുപോലെ ഒരു ബധിരത എന്നൊക്കെ പറയാം. കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ എന്തോ കല്ല് വെച്ച് അടച്ച പോലെയാണ് ഞങ്ങളുടെ കാതുകൾ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഇതൊന്നും ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. വഫി ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ കാതുകളെ ഒരു ബധിരത പിടികൂടിയിട്ടുണ്ട്. കാരണം അവിടെ ഒരു തടസ്സമുണ്ട്. നിങ്ങൾ ഈ പാരായണം ചെയ്യുന്നതൊന്നും അങ്ങോട്ട് എത്തുകയില്ല. വമിൻ ബൈനിന വ ബൈനിക ഹിജാബുൻ, മാത്രമല്ല നമുക്കും നിങ്ങൾക്കും ഇടയിലായിട്ട് ഒരു മറയുമുണ്ട്, ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു കേർട്ടൻ ഉണ്ട്, ഒരു ഹിജാബ് സ്ഥാപിതമായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യവഹാരങ്ങളും ഞങ്ങളുടെ വ്യവഹാരങ്ങളും തമ്മിൽ ഒരു കൂടിച്ചേരല് സംഭവിക്കുന്നില്ല. ഒരു ഹിജാബ്, ഒരു തടസ്സം, ഒരു മതിൽക്കെട്ട് തന്നെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ സ്ഥാപിതമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫഅമൽ, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളൂ. ഇന്നനാ ആമിലൂൻ, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അവർ പറയുന്ന കാര്യം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സുവ്യക്തമായ വിധത്തിൽ പറയുകയും ഞങ്ങൾ അത് കേൾക്കുകയും ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ഒരു തീരുമാനമൊക്കെ എടുക്കുക എന്നുള്ളതൊന്നും നിങ്ങൾ സങ്കല്പിക്കണ്ട. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നും കയറില്ല. അത് ഒരു അഖിന്നത്തിനകത്താണുള്ളത്. ഞങ്ങളുടെ കാതുകൾക്ക് കേൾവി സാധ്യമല്ലാത്ത വിധത്തിൽ ഒരു വഖറ് പിടികൂടിയിട്ടുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു വലിയ മതിൽക്കെട്ടും ഉണ്ട്, ഒരു ഹിജാബ്, ഒരു തകർത്തെറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മറയോ ഒരു തടസ്സമോ ഒരു മതിൽക്കെട്ടോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല, അറിയാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിക്കാനും പോകുന്നില്ല.
നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ഷെയറിങ്ങോ ഒന്നും ആവശ്യമില്ല എന്നതാണ് ഈ കൂട്ടര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. എന്നിട്ട് അവസാനമായിട്ട് അവരൊരു ഭീഷണി കൂടി അടങ്ങിയിട്ടുള്ള വിധത്തിൽ പറയുന്നത് ഫഅമൽ ഇന്നന ആമിലൂൻ, അതുകൊണ്ട് നീ ചെയ്തോ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. അദ്ദേഹം ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അമല്. അപ്പോ അത് നീ ചെയ്തുകൊണ്ടിരുന്നോ എന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം. ഫഅമൽ, എന്നാൽ അതിനെ തകർക്കാൻ, അതിനെ പ്രയോജനരഹിതമാക്കി മാറ്റാൻ വേണ്ടത് എന്താണോ അത് ഞങ്ങളും ചെയ്യും. അതാണ് സൂചിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഇതില് ഫഅമൽ ഇന്നന ആമിലൂൻ, നീ ചെയ്തോ, എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതേപോലെ ഇന്നന ആമിലൂൻ, ഞങ്ങളും അതുപോലെ ചിലതൊക്കെ ചെയ്യാൻ മുതിരുകയാണ്. നീ ഇത് പ്രചരിപ്പിക്കാൻ മുതിരുന്നുവെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടാത്ത വിധത്തിലാക്കി മാറ്റാൻ, അത് പാരായണം ചെയ്യപ്പെടുമ്പോൾ ബഹളം ഉണ്ടാക്കുക, അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുക, ഭാഗികമായിട്ട് മാത്രം ജനങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അങ്ങനെ മുഴുവനായിട്ടും കേൾപ്പിക്കാതെ അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് കുറേശ്ശെ കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റായ ഒരു ആശയം രൂപീകരിക്കാൻ അവർക്ക് സാഹചര്യം ഒരുക്കുക. ഇനി അത് കൂടാതെ ഈ കേൾപ്പിക്കപ്പെടുന്നത് ആ പരിപാടി തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ട പല പണികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നീ ചെയ്തോ, ഞങ്ങളും ചിലതൊക്കെ ചെയ്യാൻ, ഇന്നന ആമിലൂൻ, ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകുന്ന പ്രതികരണം. അപ്പോ സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അർത്ഥസൂചനകൾ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങളുമായി ചേർത്ത് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി അതിന്റെ പ്രാധാന്യവും വ്യക്തതയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിൽ ആ ഫലപ്രാപ്തി കൂടി നേടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാന്റെ ദിനരാത്രങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.